കർത്താവിന്റെ ദാസി നിമി എബ്രഹാം ഒരു ഗാനം ആലപിക്കും. പാടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥന പാട്ട് നമുക്ക് ശ്രമിക്കാം. പാരിൽ പാർക്കുമൽ പായുസിൽ പാരങ്ങളധികം വേണ്ടിനി കാരീരും പാണിയേറ്റവൻ പാരങ്ങൾ വഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ വൻ തീരകളറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പാടകിൽ ആശയറ്റെന്നു തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ രോഗദുഃഖങ്ങളേറുമ്പോൾ മാനപീഡകളേറുമ്പോൾ ക്രൂശിൽ പങ്കപ്പടേറ്റതാ യേശു മാത്രമെന്നഭയം മാറിൽ ചേർത്തുണച്ചിടും ഉയർത്തിടും കാതിൽ സ്വാന്തനമോദിടും കാതിൽ സ്വാന്തനമോദിടും പാരിൽ പാർക്കുമ്പോൾ പായുസിൽ പാരങ്ങളധികം വേണ്ടിനി കാരീരും പാണിയേറ്റവൻ പാരങ്ങൾ വഹിച്ചിടും ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീ പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ കൺകൾ കാണാമറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണസരപ്പടികളാ കണ്ണഞ്ചിക്കുന്ന വീതികൾ എൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ പൊൻവീണകളിൽ ഞാൻ പാടും ഞാൻ പാരിൽ പാർക്കുമ്പോൾ പായുസിൽ പാരങ്ങളധികം വേണ്ടിനി കാരീരും പാണിയേറ്റതാ പാരങ്ങൾ വഹിച്ചിടും ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി
എനിക്കായി പിളർന്ന പാറമേൽ, എനിക്കായി പിളർന്ന പാറമേൽ. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ഗാനം ഈ രാത്രി ആലപിക്കുവാൻ, പാടുവാൻ മകളെ ദൈവം നല്ല സ്വരവും നല്ല ശബ്ദവും സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിനായി അവിടുന്ന് കൊടുത്തിരിക്കുന്നു. മകളെ കുടുംബമായി കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സോടെ ദൈവം തൃപ്തിപ്പെടുത്തട്ടെ. പ്രേരണ അനുഗ്രഹിച്ചമാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പാട്ട് എത്ര മനോഹരമായി ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു പാടിയത്. ഹല്ലേലൂയ. ആ പാട്ട് പാടിയപ്പോൾ നമ്മുടെ കർത്താവ് മഹത്വം എടുക്കുകയും നമ്മളെ ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്തു. സ്തോത്രം. അനുഗ്രഹ സമൃദ്ധി രാത്രി നമ്മുടെ മേൽ എല്ലാവരുടെ മേലും അവിടുന്ന് പകർന്നുകൊണ്ടിരിക്കുകയാവുന്ന സ്തോത്രം. പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമല്ലേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനം ഒരു 10-20 മിനിറ്റ് ഞാൻ ഹല്ലേലൂയ ഒരു ചെറിയ ആലോചന ഹല്ലേലൂയ രാത്രി കാലം പ്രാർത്ഥനയ്ക്ക് സഹായമായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തന്ന ഒരു ചെറിയ ആലോചന അറിയിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 4-ാം അധ്യായം അതിന്റെ 8 മുതൽ ഉള്ള വാക്യങ്ങൾ ഹല്ലേലൂയ ഞാൻ വായിപ്പിക്കുന്നില്ല. വായിപ്പിക്കാത്തതും കൂടെ ടൈം നമുക്ക് ഹല്ലേലൂയ സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കാവുന്നു. കയ്യും തന്റെ അനുജനായ ഹാബെലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയ്യും തന്റെ അനുജനായ ഹാബെലിനോട് കയർത്ത് അവനെ കൊന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാവുന്ന വിഷയമാവുന്നു. ഒന്നാമത്തെ കൊലപാതകം ആരംഭിക്കാവുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഹാബേൽ കൊല്ലപ്പെടുന്നു, കയ്യീൻ ശപിക്കപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാവുന്ന വിഷയമാവുന്നു. ഹല്ലേലൂയ പരിശുദ്ധാത്മാ നിറവില് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ പ്രോസിക്യൂഷനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കൊലപാതകത്തിന്റെ ആരംഭം അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീതിമാന്മാരുടെ രക്തം കുടിക്കുവാൻ, ദൈവ മക്കളെ ഇല്ലാതാക്കുവാൻ, ദൈവസഭകളെ ഇല്ലാതാക്കുവാൻ ഇന്നും ദുഷ്ടപിശാച് ഊടാടി സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കളുടെ ആദ്യത്തെ പുത്രൻ ഒന്നാമത്തെ കൊലപാതകനായി തീർന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. സഹോദര വയലിലേക്ക് പോകാമെന്ന് വിളിച്ചതായ സന്ദർഭത്തിൽ ആ സഹോദരൻ കൊല്ലുവാനാവുന്നുവോ ഒന്നും അറിയാൻ വയ്യാത്തുന്നില്ല. ഇന്നത്തെ ഈ കാലത്ത് നമുക്ക് ദൈവം ബുദ്ധി തന്നിരിക്കുന്നിടത്ത് ഉപയോഗിക്കുമ്പോൾ ഹല്ലേലൂയ നാം സൂക്ഷ്മ പരിശോധന നടത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നുവല്ലോ നമ്മളെ നടത്തുന്നത്. പരിശുദ്ധാത്മാവ് വിലക്കും നമ്മളെ. ഹല്ലേലൂയ. അങ്ങോട്ട് പോകരുത്, ഇതിലേ പോകുക, അത് ചെയ്യരുത്, ഇത് ചെയ്യുക. ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ കാര്യസ്ഥനാവും നമ്മളെ നടത്തുന്നത്. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ച് ഗൈഡൻസ് തന്ന് നമ്മളെ നടത്തുന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഓ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ കൊലപാതകം അവിടെ ആരംഭിക്കാവുന്നു. അതും തന്റെ അനുജനെയാവുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കയ്യിൻ വധിച്ചത് മതഭക്തിയുടെ പേരിലാണ് ആദ്യത്തെ കൊലപാതകം നടന്നത്. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ ഹല്ലേലൂയ അതിനുശേഷം എത്രമാത്രം കൊലപാതകങ്ങളാണ് ഹല്ലേലൂയ മതത്തിന്റെ പേരിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഹല്ലേലൂയ അനുകാരികളായി യേശുക്രിസ്തുവിന്റെ സത്യസാക്ഷ്യം വഹിക്കുന്ന മക്കളെ കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരെ ഇല്ലാതാക്കുവാനാ ശത്രു നോക്കുന്നത്. അതിന്റെ മധ്യത്തിലും നാം ബുദ്ധി ഉപയോഗിക്കുക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് ദൈവം കയ്യിനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചപ്പോഴും ആ ചോദ്യത്തിന് മറുപടി ഏറ്റവും ധിക്കാരമായ നിലയിൽ ഹല്ലേലൂയ സ്തോത്രം ധിക്കാരമായ മറുപടിയാണ് നമ്മുടെ ദൈവത്തോട് പറഞ്ഞ സൃഷ്ടാവിനോട് ജീവൻ കൊടുത്ത ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിർമ്മിച്ച് സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ നിർമ്മിച്ച് സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവത്തോട് ഹല്ലേലൂയ ധിക്കാരത്തോട് മറുപടി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നുവെന്ന്
ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച ഭക്തന്റെ തലമുറകൾ ഇതാ എന്നോട് നിലവിളിക്കുന്ന മാത്രം കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുവാൻ തിരുവള്ളം പ്രസാദിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിയെത്തി. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഹാബേൽ ജീവിച്ചിരുന്നുവെങ്കിൽ അവനിൽ നിന്നും ഉണ്ടാകാമായിരുന്ന ഭാവി തലമുറകളെ മുഴുവൻ ഹല്ലേലൂയ ഉദ്ദേശിച്ച ഈ നിലവിളി എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ പിന്നീട് ദൈവം കയ്യിന്റെ മേൽ ശാപം ചൊരിയുന്നു. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം ചോദിക്കുക. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായുന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. ദൈവത്തിന്റെ ശാപം അവിടെ കടന്നു വരികയാവുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവരെന്ന് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വേലവന്റെ ഉദാസീനതയോടെ ചെയ്യാൻ പാടില്ല, നല്ല മനസ്സോടെ ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ധൈര്യശാലികളായി ഓരോ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കണം. ആ സ്റ്റെപ്പ് നാം മുമ്പോട്ട് വെക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുക്രിസ്തുവിനെ നോക്കി മാത്രമായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ മുമ്പോട്ട് ഓരോ സ്റ്റെപ്പുകൾ വെക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അയക്കാത്ത ഭാഗങ്ങളിലേക്ക് പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്ന ഏറിയയിലേക്കൊക്കെ പോണം. നമ്മളെ ജീവനോടെ വിഴുങ്ങിക്കളയുവാൻ അവിടെ ഇവിടെ പതിയിരിക്കുന്ന ദുഷ്ടശക്തികൾ, അന്ധകാര ശക്തികളുണ്ട്. അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിയോഗത്താൽ ആത്മനിറവോടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിക്കും. ഈ വഴിയെ പോകരുത്, ഇപ്പുറത്തെ വഴിയെ പോകുക. സ്തോത്രം. നമ്മളെ ജീവനോടെ വിഴുങ്ങിക്കളയുന്ന ദുഷ്ടലോകമായത് അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് വീണ്ടും അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11 മുതൽ ഉൽപ്പത്തി 4:11 മുതൽ. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ശാപം ഏറ്റുവാങ്ങുകയാവുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കുറ്റം ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം അത്രയ്ക്ക് വലുതാകുന്നുവോ എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ചെയ്തതായിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ മുമ്പില് കയ്യൻ പറയുകയാണ്, ആരെങ്കിലും എന്നെ കണ്ടാൽ ഹല്ലേലൂയ എന്നെ കൊല്ലും എന്ന് കയ്യൻ പറയുന്നത് എന്തുകൊണ്ട്? ആദാമിനുണ്ടായ 2 മക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെങ്കിലും ഇനി ആരാണ് ഭൂമിയിൽ കയ്യനെ കൊല്ലുന്നത്? ആദാമിനുണ്ടായ മക്കളുടെ കൊച്ചുമക്കളുടെയും മുഴുവൻ വിവരണങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഹാബേലിന്റെ മരണശേഷം ആദാമിന് സേത്ത് ജനിച്ചപ്പോൾ അവന് ഹല്ലേലൂയ 130 വയസ്സായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആദാമിന്റെ 130 വർഷത്തെ ജീവിതകാലത്തിനിടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം തലമുറകൾ ഹല്ലേലൂയ ജനിപ്പാൻ സാധ്യതയുണ്ട്. മക്കൾ ഉണ്ടായിരിക്കണം. അവരെ ഉദ്ദേശിച്ചാണ് ആരെങ്കിലും എന്നെ കൊന്നുകളയാതിരിപ്പാൻ കൊണ്ട് ദൈവം ഇതാ ഹല്ലേലൂയ സ്തോത്രം അവനൊരു അടയാളം വെക്കുകയാവുന്നു. ദൈവമക്കളെ, നമ്മുടെ ദൈവം ഹല്ലേലൂയ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കയ്യിന്റെ പോക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അത് മാത്രമല്ല നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 50 മുതൽ 54 വാക്യങ്ങളൊന്ന് വായിക്കാം. ലൂക്കോസ് 11-ന്റെ 50 മുതൽ വായിക്കാം. 50 മുതൽ. ഓക്കെ.
50 മുതൽ. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സെക്കറിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിക്കുവാൻ ഇടവരേണ്ടതിന് തന്നെ അത്രേ തലമുറയോട് അത് ചോദിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമ്മുടെ മഹാരാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തിരുവായും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാകുന്നു. ഹാബേലിന്റെ രക്തം മുതൽ സെക്കറിയാവിന്റെ രക്തം വരെ ഹല്ലേലൂയ സ്തോത്രം. എത്രമാത്രം കൊലപാതകങ്ങൾ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മഹാരാജാവിന്റെ വാക്കിന്റെ മുമ്പിലാകുന്നു ദൈവമക്കൾ മുമ്പോട്ട് കടന്നു പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ യാത്രയിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവപ്രവൃത്തി ഇന്നും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും എന്തും ചെയ്യുവാൻ മടിക്കാത്തതായ ഹല്ലേലൂയ ജനസമൂഹത്തിന്റെ മധ്യത്തിലേക്കാവുന്ന സത്യസുവിശേഷവുമായി നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഹല്ലേലൂയ കുഞ്ഞാടുകളായി ചെന്നാളുടെ മുമ്പിലേക്ക് അയക്കുന്നു. ഹല്ലേലൂയ, അവിടെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീരെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുകയാവുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ആ വിലപ്പെട്ട വാക്കുകൾ കേട്ടനുസരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ അല്ലെ നമുക്ക് അതേ ടെർമിനോളജി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹാബേലിന്റെ രക്തം മുതൽ സെക്കറിയാവിന്റെ രക്തം വരെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എബ്രായ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ആദ്യവും ദിനവൃത്താന്ത പുസ്തകങ്ങൾ അവസാനവുമായിട്ടാണ് നമുക്ക് കാണുമ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനാൽ കർത്താവിലൂടെ പറയുന്ന 2 മരണങ്ങൾ എബ്രായ ബൈബിളിൽ ആദ്യത്തെയും ഹല്ലേലൂയ അവസാനത്തെയും ഹല്ലേലൂയ സ്തോത്രം. 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 20-22 വാക്യങ്ങൾ പുസ്തകം രേഖപ്പെടുത്തുന്നവയാണ്. ഹല്ലേലൂയ. പഴയ നിയമം ഹല്ലേലൂയ സ്തോത്ര കാലയർക്കത്തിന്റെ മുഴുവൻ സമയവും നീതിമാന്മാരുടെ കൊലപാതകങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നുവെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളുടെ രക്തം ഊറ്റി കുടിക്കുവാൻ നീതിമാന്മാരെ ഹല്ലേലൂയ അവരുടെ രക്തം ഊറ്റി കുടിക്കുവാൻ ശത്രുദുഷ്ടൻ ഹല്ലേലൂയ വെമ്പൽ കൊള്ളുകയാവുന്നു. അതിന്റെ മധ്യത്തിലാവുന്നു. ഹല്ലേലൂയ ഭയം കൂടാതെ ധൈര്യത്തോടെ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. മുമ്പോട്ട് ഓരോ സ്റ്റെപ്പുകളും വെച്ച് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ രീതിയിൽ നമുക്കത് കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ നിറവോടെ പരീക്ഷിക്കുവാൻ മരുഭൂമിയിലേക്ക് പോയതുപോലെ ആയിരിക്കണം പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഹല്ലേലൂയ സ്തോത്രം. മരുഭൂമിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ സ്റ്റെപ്പുകൾ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്താലാവുന്നു നമ്മളെ നടത്തുന്നത്, നമുക്ക് ആത്മബലം തരുന്നത്. ഹല്ലേലൂയ. സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ കൃപ തരുന്നത് ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികളാകുന്നു. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. പഴയ നിയമകാല ചരിത്രത്തിലെ മുഴുവൻ സമയവും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നീതിമാന്മാരുടെ കൊലപാതകങ്ങൾ ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തുന്ന സെക്കറിയാവിന്റെ പിതാവിന്റെ പേര് വ്യത്യസ്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഹല്ലേലൂയ സ്തോത്രം യഹോയാദയുടെ മകനെയും പുതിയ നിയമത്തിൽ സെക്കറിയാവിന്റെ മകനെന്നുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെക്കറിയാവിന്റെ പിതാവിന്റെ ശരിയായ പേര് സെക്കറിയാവിന് തന്നെയാണെന്നും യഹോയാദ എന്നത് ഈ സെക്കറിയാവിന്റെ പിതാവാണെന്നും പറയപ്പെടുന്നു. ഹല്ലേലൂയ. സെക്കറിയാവിന്റെ സെക്കറിയാവ് യഹോവയാദയുടെ കൊച്ചുമകനാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. സ്വന്തം മകനെയും കൊച്ചുമകനെയും മകൻ എന്ന് തന്നെ പുരാതന കാലങ്ങളിൽ
ഹാലേലിയ വിളിച്ചിരുന്നു, സംബോധന ചെയ്തിരുന്നു. ഹാലേലിയ സെഖര്യാവിന്റെ മകനെയും പഴയ നിയമത്തിൽ യഹോയാദയുടെ മകനെയും പറയുന്നത് ഒരാൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ. ഹാലേലിയ സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹാലേലിയ ഈ കൊല്ലപ്പെട്ട വ്യക്തിയല്ല, വ്യക്തിയുടെ ആ പേരിലുള്ള പ്രവചനം എഴുതിയ ആളാണ് കൊല്ലപ്പെട്ട സെഖര്യാവ്. ബാബേൽ പ്രവാസത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളും പ്രവചനം ഹാലേലിയ എഴുതിയ സെഖര്യാവ് ബാബേൽ പ്രവാസത്തിന് ശേഷം ജീവിച്ചിരുന്നയാളുമാണ്. ഹാലേലിയ ഇതിന്റെ മുഴുവൻ ശിക്ഷാവിധി ഈ തലമുറയുടെ മേൽ വരുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുകയാവുന്നു. ഹാലേലിയ നല്ല പ്രവൃത്തി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. ഹാലേലിയ നമ്മുടെ കർത്താവ് നമുക്ക് വെച്ചേച്ചു പോയ മാതൃക എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഹാലേലിയ സത്വങ്ങളെ സ്നേഹിക്കുക. ഇതൊക്കെ നമ്മുടെ കർത്താവ് അവിടുന്ന് അരുളി ചെയ്ത വിലപ്പെട്ട ദൈവത്തിന്റെ അരുളപ്പാടുകളാവുന്നു. ഹാലേലിയ സ്തോത്രം. നമ്മളെ ഹാലേലിയ ജീവനോടെ വെടിക്കളയുക എന്നുള്ളതാണ് സത്വന്റെ. അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാക്കുക, ദൈവസഭകളെ മുട്ടിക്കുക. ഹാലേലിയ ഇതൊക്കെയാണ് സത്വം. ഹാലേലിയ സ്തോത്രം. നമ്മളെ കുറിച്ച് ഹാലേലിയ സ്തോത്രം. ഹാലേലിയ അവനെ ആഗ്രഹിക്കുന്നത്. ഹാലേലിയ അതിന്റെ മധ്യത്തിലും ദൈവം നമ്മളെ ജയോത്സവമായി നടത്തുവാൻ വിശ്വസ്തൻ. ഹാലേലിയ സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹാലേലിയ സ്തോത്രം. നമുക്ക് ഹാലേലിയ ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയൻ അരുളി ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഹാലേലിയ അരുളപ്പാടുകൾ കള്ളപ്രവാചകന്മാര് ഹാലേലിയ അന്നും ഇന്നുകൊണ്ട് ഭൂമിയില് ഹാലേലിയ സ്തോത്രം. പത്താട് വിശേഷം 24-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. 24 മുതൽ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടതിന് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. മതി. കള്ളക്രിസ്തുക്കൾ, യുദ്ധങ്ങൾ, യുദ്ധസ്മൃതികൾ, ക്ഷാമങ്ങള്, പകർച്ചവ്യാധികള്, ഭൂകമ്പങ്ങള്, രക്തസാക്ഷികൾ, കള്ളപ്രവാചകന്മാർ, അധർമ്മം പെരുകുന്നു, സ്നേഹം തണുത്തു പോകുന്നു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവസാനം വരുന്നതിന് മുമ്പേ നിറവേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും മുൻകൂട്ടി നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഭയം കൂടാതെ ധൈര്യത്തോടെ ചെയ്യുവാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ അനേകമായ പ്രശ്നങ്ങളെ എതിരിടേണ്ടി വരുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുമെന്ന് 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇന്നുവരെയും അങ്ങനെ ഹല്ലേലൂയ എഴുന്നേറ്റിട്ടുള്ള കള്ളപ്രവാചകന്മാർ മുഖാന്തരം ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യുന്നത്. ഹല്ലേലൂയ കർത്താവിന്റെ വരവിന്റെ ദിവസം കൃത്യമായി പ്രവചിച്ചിട്ടുള്ള പ്രവാചകന്മാരും നിരവധിയാണ്. കള്ളപ്രവചനം പുനരാഗമന ദിവസം പിതാവിന്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള സമയമാണ്. ഹല്ലേലൂയ. പൊന്നോനപുത്രൻ പോലും അറിയുന്നില്ല, പിതാവ് മാത്രം അറിയുന്ന പൊന്നോനപുത്രന്റെ പ്രത്യക്ഷത. ഹല്ലേലൂയ. അവിടുത്തെ വരവേറ്റവാസന്നമായിരിക്കും. ഏത് സമയത്തും കാഹളം ധരിക്കും. അതിനു മുമ്പേ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ പ്രാർത്ഥിപ്പാൻ കൃപന്നിന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിപ്പാൻ ബോർഡിന് പ്രവർത്തിക്കുക, ധൈര്യശാലികളായി മുമ്പോട്ട് പോകുക. സ്വർഗത്തിലെ ദൈവം നമ്മോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും കൂടെ ഇരിക്കും, നമ്മളെ കൈവിടത്തില്ല. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, നമ്മുടെ കർത്താവ് മാത്രമാണ് അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പെർസിക്യൂഷനോടുള്ള ബന്ധത്തില് ഈ രാത്രികാലം ഹല്ലേലൂയ നാം ഭയപ്പെടുന്നവരായി തീരാതെ ധൈര്യം പ്രാപിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭയപ്പെടേണ്ട നമ്മുടെ കർത്താവിനെ ഭയപ്പെട്ടാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നേറാം.
അത് നമ്മൾ ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് നിവർത്തിക്കാം. നമ്മുടെ പ്രിയൻ വരുന്നു. ഹല്ലേലൂയ. നമ്മളെ ചേർപ്പാൻ വരുന്നു. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഭയമുള്ളവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. ഭയമുള്ളവരെ കൊണ്ട് ഫീൽഡ് വർക്കിൽ കടന്നു പോകാൻ സാധിക്കത്തില്ല. ധൈര്യശാലികളായി അപ്പോസ്തലന്മാരെ നോക്കിക്കേ, അവരൊക്കെ ധൈര്യശാലികളായി പോയി. അവരൊക്കെ ഹല്ലേലൂയ ഉപദ്രവിക്കുകയും ഹല്ലേലൂയ എത്രമാത്രം പീഡനങ്ങൾ അവരിൽ കൂടെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഓ സ്തോത്രം സഹിച്ചു. അതിൽ അപ്പോസ്തലനായ പൗലോസ് പോലും സഹിച്ച കഷ്ടതകൾ നമുക്ക് ലേഖനങ്ങളിൽ കാണുവാൻ സാധിക്കും. എടുത്ത് വായിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ആത്മാവിനെ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തെക്കാൾ വിലപ്പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന വിലപ്പെട്ട ദൈവശബ്ദം ഹല്ലേലൂയ കേട്ടാലും കേൾക്കാഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ ഐശ്വര്യമായ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം.